ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തീരെ വയ്യാതിരിക്കുന്ന ഒരു ദിവസമാണ്. 2 ദിവസമായിട്ട് കണ്ണിൽ കുരുവാണ്, പിന്നെ ഇപ്പം നല്ല കോൾഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ ബ്രിഞ്ചോൾ എങ്ങനെയാണ് എനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് ആക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൊതുവേ എനിക്ക് അധികം മസാലയൊന്നും ഇടാതെ കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു ബ്രിഞ്ചോളിൻ്റെ കാര്യത്തിലാണ് എനിക്ക് നല്ലതായിട്ട് മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഈ ബ്രിഞ്ചോളിൻ്റെ ടേസ്റ്റ് വരുന്നതേ എനിക്കിഷ്ടമല്ല. പക്ഷേ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന വേറൊരു രീതിയിലാണ്. അധികം മസാലയൊന്നും യൂസ് ചെയ്യാതെ ബ്രിഞ്ചോളിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇത് അനിയത്തി പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. ചേച്ചി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ചിലപ്പോൾ ചേച്ചിക്ക് അത് ഇഷ്ടമാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എനിക്കത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് വഴുതനങ്ങ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? പച്ചക്കറിയോ അല്ലെങ്കിൽ മീറ്റോ ഫിഷോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്താ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് വഴുതനങ്ങ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് പിന്നെ ഇഷ്ടമില്ലാത്ത പച്ചക്കറി ഏതാ? അങ്ങനെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ഇഷ്ടമില്ലാത്തതില്ല. പക്ഷെ വഴുതനങ്ങ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെണ്ടയ്ക്കൊക്കെയാണ്. വെണ്ടയ്ക്കും ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കെന്തോ അതൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും വഴുതനങ്ങ ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുക. അപ്പോൾ ബൈ ഗായ്സ്, സീ യു ഇൻ അനദർ വീഡിയോ.